ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ദുരിതാശ്വാസ നിധിയിലെ പൈസ വക മാറ്റി ചെലവഴിച്ചു എന്ന തരത്തിലേക്ക് അഖിൽ മാരാരും അതിനെതിരെ നമ്മുടെ മുഖ്യമന്ത്രിയും തമ്മിലൊരു സംവാദം അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം ഇന്നലെ അദ്ദേഹം അതുവഴി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിനകത്ത് കണ്ടന്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KSFEക്ക് ലാപ്ടോപ്പ് വാങ്ങാനായിട്ട് 81 കോടി രൂപ മുഖ്യമന്ത്രി നൽകി. ആ 81 കോടി രൂപ നൽകിയത് വിദ്യാശ്രീ പദ്ധതിക്കാണ്. പക്ഷേ ഈ പറഞ്ഞ KSFEയുടെ മാനേജിംഗ് ഡയറക്ടറുടെ PA ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ അഖിൽ മാരാരെ വിളിച്ചിട്ട് ഇത്തരത്തിൽ ചോദിക്കുന്ന സമയത്ത് അല്ല, ഇത്തരത്തിലൊരു പൈസ KSFEയുടെ സ്വന്തമായിട്ടുള്ള പൈസയാണ്, അതുവഴിയാണ് ലാപ്ടോപ്പ് നൽകിയത്, അതായത് സർക്കാർ കൊടുത്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കേൾക്കുന്ന ഏതൊരു മനുഷ്യനും അതിലൊരു അപാകത കാണും, അല്ലെങ്കിൽ അതിലെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് തന്നെ വരും. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. അപ്പം അതിനുള്ള ശരിയായിട്ടുള്ളൊരു മറുപടിയായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അതായത് കൊറോണ കാലത്ത് നമുക്കറിയാവുന്ന കാര്യമാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടവിലായതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകളെല്ലാം നടന്നിരുന്നത് ഓൺലൈനായിട്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ലാപ്ടോപ്പ് ഫോണിൻ്റെയൊക്കെ കുറവ് മൂലം ഒരുപാട് കുട്ടികൾ കുറേ പ്രശ്നത്തിലായിരുന്നു, കാരണം ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പം ആ ഒരു പ്രശ്നം ഇല്ലാതാക്കുന്നതിന് വേണ്ടി KSFEയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പരിപാടിയാണ് ഈ പറയുന്ന വിദ്യാശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത്. ആ പദ്ധതി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബശ്രീയിൽ അംഗങ്ങളായിട്ടുള്ള സ്ത്രീകളുടെ നിർദ്ധരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു സഹായം എന്ന തലത്തിൽ. പക്ഷേ ആ സഹായം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസത്തവണകളിലായി 36 അടവുകളിലായി 18,000 രൂപ തിരിച്ചടയ്ക്കുന്ന തരത്തിലേക്ക് ലാപ്ടോപ്പ് നൽകുക. അതൊരു വലിയ പാക്കേജ് ആയിരുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന ലാപ്ടോപ്പ് ഒന്നിച്ച് വാങ്ങിക്കുന്ന സമയത്ത് KSFEക്ക് ഈ പറയുന്ന കണക്ക് അവർക്ക് കിട്ടുന്നൊരു പാക്കേജിൽ കുറേയധികം ഇളവുകൾ ഉണ്ടായിരുന്നു ഈ കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം നല്ല രീതിക്ക് ക്വാളിറ്റിയിലുള്ള 18,000 രൂപയ്ക്ക്, അതായത് ഈ പറയുന്ന 15 അടവും കൃത്യമായിട്ട് നൽകുന്നവർക്കാണെങ്കിൽ ലാസ്റ്റുള്ള 3 അടവിനുള്ള പൈസ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതായിരുന്നു ആ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് നമ്മുടെ സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതി എന്ന് പറയുന്നത് വിദ്യാകിരണം പദ്ധതി. അത് പ്രകാരം SC/STയിൽ പെട്ടുള്ള നിർദ്ധരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് നൽകുക. ആ ലാപ്ടോപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ട് 81 കോടി രൂപ KSFEക്ക് നൽകി. അതെന്തിനു നൽകിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു പാക്കേജ് വലിയ കമ്പനിയിൽ നിന്ന് ലാപ്ടോപ്പ് സർക്കാർ നേരിട്ട് വാങ്ങുന്ന സമയത്ത് പൈസയിൽ ഇളവുകൾ കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും KSFE വഴി ഈ ഒരു പദ്ധതിയുമായിട്ട് സംയോജിപ്പിച്ചു. അതായത് വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും കൂടെ സംയോജിപ്പിച്ചു അവർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടി ഇളവുകൾ കിട്ടും. അങ്ങനെയാണ് ഇത് സംയോജിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സംയോജനത്തിലൂടെ ഈ പദ്ധതി മുന്നോട്ട് പോയപ്പം KSFE വഴി ഈ പറയുന്ന ലാപ്ടോപ്പുകൾ വാങ്ങി അതിന് 81 കോടി രൂപ സർക്കാർ നൽകി. അതിന് അതായത് SC/STയിൽപ്പെട്ട ആ കുട്ടികൾ മാസം പൈസ അടയ്ക്കേണ്ട കാര്യമില്ല. ഇത് വിദ്യാശ്രീയിൽപ്പെട്ട കുടുംബശ്രീ വഴി നൽകിയ ആ കുട്ടികൾക്ക് നൽകിയ വിദ്യാശ്രീ പദ്ധതിയിലാണ് മാസ അടവ്. അങ്ങനെയാണ് 36 തവണകളായി 18,000 രൂപ തിരിച്ചടയ്ക്കേണ്ട ഒരു തവണ വ്യവസ്ഥയിലുള്ളതെന്ന് പറയുന്നത്. എന്നാൽ വിദ്യാകിരണം എന്ന് പറയുന്നത് SC/STയിൽപ്പെട്ട നിർദ്ധരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് തിരിച്ചടവ് ആവശ്യമില്ലാത്ത തരത്തിലേക്കുള്ള ലാപ്ടോപ്പ് നൽകുകയാണ് ചെയ്തതെന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് പദ്ധതികളുടെയും സംയോജനം നടന്ന സമയത്ത് അതിൽ വന്ന അപാകതയാണ് ഈ ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ലായ്മയ്ക്ക് കാരണം എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ സുതാര്യമായാൽ മാത്രമേ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലുള്ള ആശയക്കുഴപ്പം ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് സത്യത്തിൽ വിദ്യാകിരണം, എന്താണ് വിദ്യാശ്രീ, ഇതിൻ്റെ സംയോജനം നടന്നത് എന്തുകൊണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും കുറേയധികം പ്രശ്നങ്ങൾ ഉയരുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കൊടുത്ത ലാപ്ടോപ്പുകൾ ഈ കുടുംബശ്രീ തന്നെ വഴി തന്നെ ഈ പറയുന്ന കുറേ പേർക്കൊക്കെ ലാപ്ടോപ്പ് കിട്ടിയിട്ടില്ല. ചില ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയായിട്ട് സംയോജിപ്പിച്ച സമയത്ത് ലാപ്ടോപ്പിൻ്റെ കുറവുണ്ട്. പിന്നെ കിട്ടിയ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള പ്രവർത്തനമില്ല, അത് പെട്ടെന്ന് തന്നെ ചീത്തയായി. അങ്ങനെ കുറേയധികം ഇഷ്യൂസും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഒന്നിച്ച് വരുന്ന സമയത്തുണ്ടാകുന്ന വല്ലാത്തൊരു ആശയക്കുഴപ്പമാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഇതൊക്കെ കൂടുതൽ ജനങ്ങളിലേക്ക് വിവരാവകാശ നിയമപ്രകാരം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പോർട്ടലുകൾ വഴിയോ വെബ്സൈറ്റുകൾ വഴിയൊക്കെ ഇതിൻ്റേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ ഉന്നയിക്കപ്പെടുകയും ഇങ്ങനെ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യും. അപ്പം ഞാൻ ഇന്നലെ ഇതിനകത്ത് കൃത്യമായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ കുറിച്ച് കൂടുതൽ വിവരങ്ങളുള്ളവർ, കാരണം എനിക്കിതിൻ്റെ നിയമസാധ്യതയും മറ്റു കാര്യങ്ങളും അറിയാത്തതുകൊണ്ട് കമൻറ്റ് ഇടുക, എന്നാലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, കൂടുതൽ ചെയ്യാൻ പറ്റും. അപ്പം
ആരും തന്നെ ഇടാത്തത് കൊണ്ട് തന്നെ കൂടുതൽ അപ്ഡേഷൻ നടത്തേണ്ട കാര്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയ വിവരങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് പങ്കുവച്ചത്. ഈ വിഷയമായിട്ടുള്ള അപ്ഡേഷനുകൾ ഇനിയും തുടരുന്നതായിരിക്കും. കാരണം ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഒന്ന് പറയുന്നു, മറ്റൊരാൾ മറ്റൊന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ പറ്റൂ. അപ്പം കറൻ്റ്ലി ഇപ്പം കിട്ടിയിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ സുതാര്യതയെ പറ്റിയുള്ള ആശയക്കുഴപ്പങ്ങൾക്കൊക്കെ കാരണം എന്ന് പറയുന്നത്. അപ്പം ഇനി വരും ദിവസങ്ങൾ എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇതെന്തോ സംഭവം എന്നുള്ളത്. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സമകാലിക വിഷയങ്ങൾ എടുത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയൊരു നിയമം വരുന്നെന്നും പറയുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ഉറപ്പായിട്ട് ബാൻ ചെയ്യുകയും അതായത് റദ്ദാക്കുക തന്നെ ചെയ്യും. കാരണം സെൻസർ ഏർപ്പെടുത്താൻ പോവുകയാണെന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചാനലുകൾ എത്രത്തോളം നിലനിൽക്കും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ചിഹ്നമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ കുഴിച്ചുവിലക്കിടുമെന്നുള്ള തരത്തിലേക്ക് ഒരു കാര്യം വരുന്നുണ്ട്. പിന്നെ മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകൾക്കൊക്കെ നിയമസാധ്യത അല്ലെങ്കിൽ ഈ പറയുന്ന സാധ്യത എത്ര മാത്രം ഉണ്ടെന്ന് നമ്മൾ ഓരോ ദിവസങ്ങളിലും അറിയപ്പെടുകയാണ്. അതായത് തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന മാധ്യമങ്ങളുണ്ട്. അതുകൊണ്ട് ഇതും ഈ ഒരു ക്വസ്റ്റ്യനും എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ ഈ ഒരു കാര്യവും എത്രത്തോളം ശരിയാണെന്നുള്ളത് ഇനി അറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്